ഹേ ഗായ്സ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ അപ്പോൾ എനിക്ക് കോളേജിൽ ഇപ്പോൾ വെക്കേഷനാണ്. സോ ഭയങ്കര ബോർഡായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ് ആവാൻ ചെയ്യാൻ തുടങ്ങിയ പരിപാടിയാണ് പെയിൻറ്റിങ്, കുക്കിംഗ്, ഇതൊക്കെ. അപ്പോൾ എന്താ പറയുക, അമ്മേനെ കിച്ചണിൽ പോയിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അതേപോലെ ദോശ ഇങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ സൈഡിൽ നിന്നിട്ട് പറയുന്നുണ്ട് അത് അരിയിച്ച് കളഞ്ഞെന്നൊക്കെ. ബട്ട് എനിക്ക് ഇതേപോലത്തെ ഡ്രൈ ആയിട്ടുള്ള മുറിഞ്ഞ ദോശാസാണ് ഇഷ്ടം. സോ ഞാനത് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്തു. അപ്പോൾ എനിക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും കിട്ടാറൊന്നുമില്ല കേട്ടോ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് കിട്ടി. പിന്നെയെന്ന് വെച്ചാൽ കോളേജിലേക്ക് പോയതിന് ശേഷം അവിടെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റായി പുറത്ത്. സോ നമ്മളിങ്ങനെ ഉച്ചക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്ക് ബാറ്ററൊക്കെ വാങ്ങി ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ചുമ്മാ ഇരുന്നപ്പോൾ ലൈക്ക് എൻ്റെ സിസ്റ്റർ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ട്യൂഷന് പോയപ്പോൾ വാങ്ങിക്കൊടുന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഇതാ ഞാൻ ചെയ്ത പോട്ട് പെയിൻറ്റിങ്, അത് ഞാൻ പ്ലാൻ ചെയ്തു. പിന്നെ നമ്മൾ പുറത്ത് പോയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഷോട്ടാണ്. അപ്പോൾ എല്ലാം സെറ്റായി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ആയി. പിന്നെ ഇതെന്ന് പറഞ്ഞ് ഞാൻ ഒരു റോൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള സാധനങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറാട്ട ഓൾറെഡി കുക്ക് ചെയ്തത് വാങ്ങിയതാണ് പുറത്തുനിന്ന്. ജസ്റ്റ് റോളിൻ്റെ ഫില്ലിങ്സ് മാത്രം എനിക്ക് ഉണ്ടാക്കാൻ മതിയായിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒനിയൻസൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുക, പെപ്പറും സോൾട്ടൊക്കെ ഇട്ടിട്ട്. പിന്നെ എന്താ പറയുക, അത് സോട്ടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കും. ഇതാ ഇപ്പം നമ്മൾ ഓൾറെഡി കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. ബിക്കോസ് ഇത് കൂടുതൽ സോട്ടാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പിങ്കിഷ് കളറ് മതി. കുറച്ച് പറയുക, ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് ടേസ്റ്റ്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് അത് മാറ്റാം കേട്ടോ, അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അത് പറയുക, ഇങ്ങനെ ഓംലേറ്റ് പോലെ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് കുക്കാകുമ്പോഴേക്കും നമ്മൾ പൊറാട്ട അതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. നമ്മളപ്പം തന്നെ വെക്കണം, എന്നാലാണ് അത് സ്റ്റിക്കാവത്തുള്ളൂ. പിന്നെ അത് സ്റ്റിക്കാവുമ്പോഴേക്കും നമുക്ക് റോള് ചെയ്തെടുക്കാനുള്ള പരിപാടികൾ നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഓൾറെഡി ഞാൻ പറയുക, നെക്സ്റ്റ് സൈഡ് മറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മയോണൈസ് ആഡ് ചെയ്യുക, എന്നിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ കെച്ചപ്പ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് റോൾ ചെയ്തിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് അതിൻ്റെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുറേ കെച്ചപ്പ് ആഡ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. പിന്നെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അമ്മയ്ക്ക് കൊടുത്തിട്ടായിട്ടുള്ള അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായി. ഞാൻ അമ്മ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നല്ലതാണെന്നൊക്കെ. ബട്ട് അതൊന്നും ഞാനതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ റെസിപ്പിയോട് കൂടി ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ റെസിപ്പി നല്ലതായിരുന്നു. ജസ്റ്റ് ട്രൈ ചെയ്ത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ അടുത്ത് പറയുക. പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ കൊണ്ട് അതിൻ്റെ എല്ലാ പോരായ്മകളും ഉണ്ടാവും. സോ ബൈ.